ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിൽ നിന്നുള്ള 6ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോകളെല്ലാം തന്നെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഊർജം എന്ന് പറയുന്ന പാർട്ടിലോട്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് പരിചിതമായ ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട ഊർജ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വൈദ്യുതോർജ്ജമുണ്ട്, യാന്ത്രികോർജ്ജമുണ്ട്, താപോർജ്ജമുണ്ട്, സ്ഥിതികോർജ്ജം, ഗതികോർജ്ജം, ഇതൊക്കെ രാസോർജ്ജം. ഇതെല്ലാം എന്താണ്? പ്രധാനപ്പെട്ട വിവിധ തരത്തിലുള്ള ഊർജ രൂപങ്ങളാണ്. ഇത്തരം വിവിധ ഊർജ രൂപങ്ങളാണ് പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഊർജ രൂപങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി എന്താണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. അപ്പോൾ ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിൻ്റെ അളവ് പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? അപ്പോൾ ഊർജത്തിൻ്റെ അളവ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അപ്പം നമുക്കൊരു സംശയം വരും, പ്രവൃത്തിയുടെ യൂണിറ്റും നമ്മൾ പഠിച്ചു, എന്താ പഠിച്ചത്? അതും ജൂളാണ് പഠിച്ചത് അല്ലേ? ഊർജം തന്നെയാണല്ലോ പ്രവൃത്തിയായി മാറുന്നത്. അപ്പോൾ ഊർജം തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? പ്രവൃത്തിയായി മാറുന്നത്. അതുകൊണ്ടാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ് ഊർജത്തിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ് ഊർജത്തിൻ്റെയും യൂണിറ്റ്. അതിന് കാരണം എന്താണ്? ഊർജം തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? പ്രവൃത്തിയായി മാറുന്നത്. അതുകൊണ്ടാണ് പ്രവൃത്തിയുടെ യൂണിറ്റും ജൂള്, അതുപോലെ ഊർജത്തിൻ്റെ യൂണിറ്റും എന്തായിട്ട് മാറ്റിയത്? ജൂളായിട്ട് മാറ്റിയത്. അപ്പോൾ ഊർജത്തിൻ്റെ SI യൂണിറ്റാണ് ജൂള്. അപ്പോൾ ഊർജത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ അതെന്താണ്? ജൂളാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഊർജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുമ്പോൾ കിലോ കലോറി എന്ന യൂണിറ്റും നാം ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഊർജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുമ്പോൾ അവിടെ എന്ത് ഉപയോഗിക്കാറുണ്ട്? കിലോ കലോറി എന്ന യൂണിറ്റും നാം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് 400 ഗ്രാം കലോറി, 500 ഗ്രാം കലോറി, അല്ലെങ്കിൽ 100 ഗ്രാം കലോറി, ഇങ്ങനെ നമ്മൾ, അല്ലെങ്കിൽ 1500 കിലോഗ്രാം കലോറി, ഇങ്ങനെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കലോറിയുടെ അളവ് പറയാറുണ്ട്. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഊർജത്തിൻ്റെ അളവ് സൂചിപ്പിക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? കിലോ കലോറിയാണ് ഉപയോഗിക്കുന്നത്. ജൂളും കലോറിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ എന്താണ് ജൂളും കലോറിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അപ്പോൾ ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. അങ്ങനെയെങ്കിൽ ഒരു കിലോ കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4200 ജൂള് ആണ്. ഒരു കിലോ കലോറി എന്ന് പറയുന്നത് 4200 ജൂളായിരിക്കും. എന്നാൽ ഒരു കലോറി എന്ന് പറയുന്നത് എത്രയാണ്? 4.2 ജൂളാണ്. അപ്പോൾ 1000 കലോറിയാണ് എന്ത്? ഒരു കിലോ കലോറി എന്ന് പറയുന്നത്. ഒരു കിലോ കലോറി എന്ന് പറയുന്നത് എന്താണ്? 1000 കലോറി. 1000 കലോറി എന്ന് പറയുന്നത് എന്താണ്? ഒരു കിലോ കലോറിയാണ് 1000 കലോറി. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് ഏകദേശം 840 കിലോ കലോറി ജൂളാണ്. അപ്പം 840 കിലോ കലോറി ജൂളാണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ ഒരു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് ഏകദേശം 840 ജൂളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര കലോറിക്ക് തുല്യമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 840 കിലോ ജൂൾ എന്ന് പറയുന്നത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും എന്നാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ 840 കിലോ ജൂള് എന്ന് പറയുന്നത് എത്ര കലോറി ആണ്? എത്ര കലോറിക്ക് തുല്യമാണ്? അപ്പോൾ ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.2 ജൂളാണെന്ന് നമ്മൾ പഠിച്ചു.
അങ്ങനെയാണെങ്കിൽ 840 അപ്പോൾ 840 കിലോ ജൂൾ എന്ന് പറയുന്നത് എത്രയാണ്? 840 കിലോ ജൂൾ എന്ന് പറയുന്നത് നമുക്ക് പറയാം 840 ഇൻറ്റു എത്രയാണ്? 1000 ജൂളാണ് എന്ന് നമുക്ക് പറയാം. 840 ഇൻറ്റു 1000 ജൂള്. അപ്പോൾ 840 ഇൻറ്റു 1000 ജൂള് വരുമ്പോൾ നമുക്ക് 1000 ഭാഗം 4.2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം എങ്ങനെ ചെയ്താൽ മതി? 840 ഇൻറ്റു 1000 ഭാഗം 42 ഇൻറ്റു 10. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം എത്ര? 840 ആണ്. 840 ഇൻറ്റു 1000 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 42 ഇൻറ്റു 10. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇവിടെ 20 എന്ന് കിട്ടും. 20 ഇൻറ്റു 1000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയെന്ന് നമുക്ക് കിട്ടണം? 2 lakh എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടും. അപ്പം ഇതിനെ നമുക്കറിയാം എന്താണ് 1 കിലോ കലോറി എന്ന് പറയുന്നത് എത്രയാണ്? 1 കിലോ കലോറി എന്ന് പറയുന്നത് 1000 കലോറിയാണ്. 1000 കലോറിക്കാണ് നമ്മൾ 1 കിലോ ജൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എത്രയെന്ന് കിട്ടും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 200 കിലോ കലോറി എന്ന് കിട്ടും. 200 കിലോ കലോറിയാണ് ഇവിടെ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് വിവിധ തരം ഊർജ രൂപങ്ങളിൽ യാന്ത്രികോർജത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വിവിധ തരത്തിലുള്ള ഊർജ രൂപങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ആരെക്കുറിച്ചാണ്? യാന്ത്രികോർജത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം. അപ്പോൾ വസ്തുക്കൾക്ക് ഒന്നുകിൽ ചലനം മൂലം, അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സ്ഥാനം മൂലം, അതല്ല എന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന ഊർജമാണ് ഏത്? യാന്ത്രികോർജം എന്ന് പറയുന്നത്. യാന്ത്രികോർജം പ്രധാനമായും 2 തരത്തിലുണ്ട്. യാന്ത്രികോർജം എത്ര തരത്തിലുണ്ട്? യാന്ത്രികോർജത്തെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് സ്ഥിതികോർജവും മറ്റൊന്ന് ഏതാണ്? ഗതികോർജവുമാണ്. അപ്പോൾ യാന്ത്രികോർജം 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? സ്ഥിതികോർജവും ഗതികോർജവും. അതിൽ നമ്മൾ ഇനി പറയുന്നത് സ്ഥിതികോർജത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. സ്ഥിതികോർജം. ചിത്രങ്ങളിലെ അമ്പും ടോയ് കാറും സ്ഥിതി ചെയ്യുന്നതിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കൂ. അപ്പോൾ ചിത്രത്തിൽ ഒരു അമ്പ് തന്നിട്ടുണ്ട്, അതുപോലെ ഒരു ടോയ് കാറും തന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണിത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് കണ്ടോ നോക്കൂ. അപ്പോൾ കുലച്ച് വച്ചിരിക്കുന്ന വില്ലിലെ അമ്പിനെയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറിനെയും സ്വതന്ത്രമാക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? നമ്മുടെ കുലച്ച് വച്ചിരിക്കുന്ന വില്ലിലെ അമ്പ് നമ്മൾ കുലച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ പോകും? ഇങ്ങനെ പോകും. ഇനി ഇവിടെ കാറിൻ്റെ ആ ഒരു പ്രവർത്തനം, കാറിനെ നമ്മൾ സ്വതന്ത്രമാക്കിയാൽ നേരെ ഇങ്ങ് താഴോട്ട് വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? അമ്പിന് ചലിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അമ്പിന് ചലിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ചരടിൻ്റെ വലിവും വില്ലിൻ്റെ വളവും ചേർന്ന് ഉളവാക്കിയ സവിശേഷമായ വിന്യാസം കാരണമല്ലേ അമ്പിന് ഊർജം ലഭിക്കുന്നത്? അപ്പോൾ അമ്പിനുള്ള ഊർജം ലഭിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു ചരടിൻ്റെ വലിവ് കണ്ടോ, ആ ചരട് വലിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ഒരു ചരടിൻ്റെ വലിവും അതുപോലെ വില്ലിൻ്റെ വളവും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു അമ്പിന് ചലിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത്. ടോയ് കാറിന് ചലിക്കാൻ ആവശ്യമായ ഊർജം എങ്ങനെയായിരിക്കും ലഭിച്ചത്? ടോയ് കാറിന് ചലിക്കാനുള്ള ഊർജം ലഭിക്കുന്നത് എങ്ങനെയാണ്?
കാറിൻ്റെ സ്ഥാനം മൂലമാണ്. കാർ ഇരിക്കുന്ന കണ്ടോ, കാർ എങ്ങനെയാണ്, ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. ഇവിടെ നിന്ന് ഇറക്കത്തോട്ട് വന്നു കഴിഞ്ഞാൽ കാർ ഇങ്ങനെ ഇങ്ങി പോരും. അപ്പോൾ അതാണ് കാറിന് ഉള്ള സ്ഥാനം. അപ്പോൾ നമുക്ക് പറയാം എന്താണ്, ഇവിടെ വസ്തുക്കൾക്ക് ഊർജം ലഭിച്ചത് സ്ഥാനം മൂലമോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലമോ ആണല്ലോ. അപ്പോൾ ഇവിടെ വസ്തുക്കൾക്ക് എങ്ങനെയാണ് ഊർജം ലഭിച്ചത്? ഒന്നുകിൽ അതിരിക്കുന്ന സ്ഥാനം മൂലം, അതല്ലെങ്കിൽ എന്താണ്, കോൺഫിഗറേഷൻ മൂലമാണ് വസ്തുക്കൾക്ക് സ്ഥാനം അല്ലെങ്കിൽ അവർക്ക് ഊർജം ലഭിച്ചത് എന്ന് നമുക്ക് പറയാം. ഇത്തരം ഊർജത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ഥിതികോർജം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ സ്ഥാനം മൂലം, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, കോൺഫിഗറേഷൻ മൂലമോ എന്ത് കിട്ടുന്നത്, ഊർജം കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ഥിതികോർജം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാം, വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. അപ്പോൾ വസ്തുക്കൾക്ക് ഒന്നുകിൽ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജം, അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ലഭിക്കുന്നത്? കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന ഊർജത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഇനി സ്ഥിതികോർജം രണ്ട് തരത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞു, സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജമുണ്ട്, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജവുമുണ്ട്. അപ്പോൾ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജമുണ്ട്, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജവുമുണ്ട്. ചുവടെ നൽകിയ സന്ദർഭങ്ങളെ സ്ഥിതികോർജം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ രീതിയിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്താനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കുറേ സംഭവങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജം. തെങ്ങിന് മുകളിലെ തേങ്ങയുണ്ട്, ആ തേങ്ങയിലെ ഊർജം എന്താണ്? അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജം അതെന്താണ്? ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജം എങ്ങനെയാണ്? വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജം എന്താണ്? അപ്പോൾ ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പട്ടികയായിട്ട് തന്നെ നമ്മൾ എഴുതണം. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജവും കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജവും തരംതിരിച്ച് എഴുതേണ്ടതാണ്. അപ്പം തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജം എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനം മൂലമുള്ള ഊർജമാണ്. അപ്പം നമുക്ക് സ്ഥാനം മൂലമുള്ള ഊർജം ഏതൊക്കെയാണ്? സ്ഥാനം മൂലമുള്ള ഊർജത്തിന് ഉദാഹരണം നമുക്ക് ഇവിടെ തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജം എന്താണ്? സ്ഥാനം മൂലമുള്ള ഊർജത്തിന് ഉദാഹരണമാണ്. ഇനി രണ്ടാമത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജം. അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജം എന്താണ്? അത് കോൺഫിഗറേഷൻ അഥവാ അതിൻ്റെ ഘടന മൂലമുള്ള ഊർജമാണ്. കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഘടന മൂലമാണ് ഈ അമർന്നിരിക്കുന്ന ഒരു സ്പ്രിങ്ങിൽ ഊർജമുണ്ടാകുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം എന്താണ്? ഈ ഒരു സ്പ്രിങ്ങിലുള്ള ഊർജം എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഗറേഷൻ മൂലമുള്ള ഊർജമാണ് അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലെ ഊർജം. ഇനി ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജം. ഇവിടെ ടാങ്കിൽ കുറച്ച് ജലം തന്നിട്ടുണ്ട്. ഈ ജലത്തിൻ്റെ ഊർജം എങ്ങനെയുള്ളതാണ്? അത് സ്ഥാനം മൂലമുള്ള ഊർജമാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ സ്ഥാനം മൂലമുള്ള ഊർജത്തിൽ ഏത് കൊടുക്കാൻ പറ്റും? അത് നമ്മുടെ ഈ ഒരു എന്താണ്? സ്ഥാനം മൂലമുള്ള ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജം സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജമാണ്. ഇനി പറയുന്നത് പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജം എന്താണ്? ഇവിടെ പോൾ വാൾട്ട് ചാടുന്നൊരു കുട്ടിയെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ആ ഒരു ഈ ഒരു പോളിൻ്റെ വളവുണ്ടല്ലോ, ആ ഒരു ഘടന, ഇത് കോൺഫിഗറേഷൻ മൂലമുള്ള ആ ഒരു എന്താണ്? ഊർജത്തിന് ഉദാഹരണമാണ്. കോൺഫിഗറേഷൻ മൂലമുള്ള ഊർജമാണ്, സ്ഥിതികോർജമാണ് ഈ ഒരു പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന ആ ഒരു ഇതിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഏതൊക്കെയാണ്? അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജവും പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജവും എന്താണ്? കോൺഫിഗറേഷൻ അഥവാ ഘടന മൂലമുള്ള ഊർജ രൂപത്തിന് ഉദാഹരണമാണ്. ഇനി തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജവും അതുപോലെ ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജവും എന്താണ്? സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിന് ഉദാഹരണമാണ്. ഇത് രണ്ടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി സ്ഥാനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന സ്ഥിതികോർജം എങ്ങനെ കണക്കാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണ് സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതികോർജത്തിന് കാരണം. ഇപ്പോൾ തെങ്ങിൻ്റെ മണ്ടയിലിരിക്കുന്ന തേങ്ങ ഗുരുത്വാകർഷണത്തിനെതിരെയുള്ളതല്ലേ. അപ്പോൾ ആ ഒരു പ്രവൃത്തിയാണ് എന്ത്, സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതികോർജത്തിന് കാരണമെന്ന് പറയുന്നത്. അതുപോലെ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിൻ്റെ അളവ് ആ വസ്തുവിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും. അപ്പോൾ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കും? ആ വസ്തുവിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥാനമുള്ള മൂലമുള്ള സ്ഥിതികോർജം കാണുന്നതിനുള്ള ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. EP = mgh എന്നാണ് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിൻ്റെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. EP = mgh. ഇവിടെ ഇതിൽ m മാസും h എന്ന് പറയുന്നത് തറനിരപ്പിൽ നിന്നുമുള്ള ഉയരവുമാണ്. അപ്പോൾ m എന്താണ്? ഇതിൽ m എന്ന് പറയുന്നത് മാസാണ്. h എന്ന് പറയുന്നത് എന്താണ്? തറനിരപ്പിൽ നിന്നുള്ള ഉയരമാണ്. ഇനി ഇതിൻ്റെ g എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള g ഉണ്ടല്ലോ, ആ g തന്നെയാണ്. 9.8 m/s² ഉണ്ടല്ലോ ജിയുടെ വാല്യൂ, അതാണ് അവിടുത്തെ g നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തറനിരപ്പിൽ നിന്ന് 8 മീറ്റർ ഉയർത്തുന്നു. അങ്ങനെയെങ്കിൽ വസ്തു തറയിലായിരിക്കുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 kg ആണ്. 50 kg ആണ് ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത്. 50 m എന്ന് പറയുന്നത് 50 kg ആണ്. പിന്നെന്താ പറഞ്ഞത്? ഇവിടുത്തെ നമ്മൾ നേരത്തെ അവിടെ ഒരു ഇക്വേഷൻ തന്നല്ലോ, ആ ഒരു ഇക്വേഷൻ അനുസരിച്ചാണ് ഈ P = mgh, ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചാണ് നമുക്കിത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ m എന്ന് പറയുന്നത് എത്രയാണ്? 50 kg ആണ്. ഇവിടുത്തെ g എന്ന് പറയുന്നത് 9.8 ആണ്. ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8 മീറ്റർ ആണ്. h എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് തറയിലായിരിക്കുമ്പോഴാണ്. ഇവിടുത്തെ ഹൈറ്റ് ഉയരമല്ല നമുക്ക് അവിടെ പറഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇതാണ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വസ്തു തറയിലായിരിക്കുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജം എത്ര. വസ്തു തറയിലായിരിക്കുമ്പോഴാണ്. തറനിരപ്പിൽ നിന്ന് 8 മീറ്റർ ഉയർത്താണ് അവിടെ ഉയരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിരപ്പിലായിരിക്കുമ്പോൾ എത്രയായിരിക്കും അതിൻ്റെ സ്ഥിതികോർജം? സ്വാഭാവികമായിട്ടും 0 ആയിരിക്കും അതിൻ്റെ സ്ഥിതികോർജം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 50 × 9.8 ഇവിടുത്തെ h എത്രയാണ്? 0 ആണ്. തറനിരപ്പിലല്ലേ, അപ്പോൾ 0 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആ ഒരു വസ്തു തറയിലായിരിക്കുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജം എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് എത്രയെന്ന് ആൻസർ പറയാം? 0 ആയിരിക്കും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. സ്ഥിതികോർജം ആപേക്ഷികമായാണ് കണക്കാക്കുന്നത്. അപ്പോൾ സ്ഥിതികോർജം കണക്കാക്കുന്നത് ആപേക്ഷികമായിട്ടാണ് കണക്കാക്കുന്നത്. അവലംബമാക്കുന്ന പ്രതലത്തിലെ സ്ഥിതികോർജം 0 പരിഗണിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാനത്തെയും സ്ഥിതികോർജം കണക്കാക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ കണക്കാക്കുന്നത്? അവലംബമാക്കുന്ന പ്രതലത്തിലെ സ്ഥിതികോർജം 0 പരിഗണിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാനത്തെയും സ്ഥിതികോർജം കണക്കാക്കുന്നത്. നാം ഉയരം അളക്കുമ്പോൾ തറനിരപ്പിലാണ് അവലംബകമായി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉയരം അളക്കുമ്പോൾ തറനിരപ്പാണ് എന്തായിട്ടെടുക്കുന്നത്? അവലംബകമായിട്ടെടുക്കുന്നത്. അതിനാൽ തറനിരപ്പിലെ സ്ഥിതികോർജം സാധാരണയായി എപ്പോഴും എന്തായിട്ട് പരിഗണിക്കും? 0 പരിഗണിക്കും. അതുകൊണ്ടാണ് തറനിരപ്പിലെ സ്ഥിതികോർജം എത്രയെന്ന് പറയുന്നത്? 0 ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഇനി വസ്തു 8 മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ സ്ഥിതികോർജം എത്രയായിരിക്കും? വസ്തു 8 മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ എത്രയാണ് സ്ഥിതികോർജം? വസ്തുവിൻ്റെ മാസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 50 കിലോഗ്രാം ആണ് വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത്. 50 kg ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം വസ്തുവിൻ്റെ മാസ് എത്രയാണ്? 50 kg ആണ്. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g എത്രയാണ്? 9.8 m/s² ആണ്. ഇനി വസ്തുവിന് ഗുരുത്വാകർഷണ ബലത്തിനെതിരായ ദിശയിലുണ്ടായ സ്ഥാനമാറ്റം അല്ലെങ്കിൽ സ്ഥാനാന്തരം അല്ലെങ്കിൽ അതിൻ്റെ ഉയരം, ഇവിടെ ഉയരം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഉയരം എത്രയാണ്? 8 മീറ്റർ ആണ്. ഇവിടുത്തെ ഉയരം 8 മീറ്റർ ആണ്. 8 മീറ്റർ ആണ് ഉയരം.
ഇനി സ്ഥിതികോർജം എന്ന് പറയുന്നത് EP mgh ആണ്, mgh ആണ്. അപ്പോൾ നമുക്കിവിടെ EP mgh എങ്ങനെ വാല്യൂ കൊടുക്കാൻ പറ്റും? 50 ഇൻറ്റു 9.8 ഇൻറ്റു എത്ര ഹൈറ്റ്? 8. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയെന്ന് നമുക്ക് കിട്ടും? 3920 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ഥിതികോർജത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗതികോർജത്തെക്കുറിച്ചാണ്. ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി, ഗതികോർജത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗതികോർജം എന്താണെന്ന് നോക്കാം. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്താ ചിത്രങ്ങൾ തന്നിരിക്കുന്നത്? ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്താ വലിയൊരു ചുഴലിക്കാറ്റാണ്. ആ ചുഴലിക്കാറ്റിൽ മരങ്ങളൊക്കെ വൻമരങ്ങൾ പിഴുന്നു വീഴുന്ന ആ ഒരു രംഗങ്ങളാണ് തന്നിരിക്കുന്നത്. അതുപോലെ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ പറന്നു പോകുന്നതിൻ്റെ ഉരുൾപൊട്ടലിൽ കെട്ടിടങ്ങൾ തകരുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ കാറ്റിനും വെള്ളത്തിനും പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നത് അവയുടെ ചലനം കാരണമല്ലേ? കാറ്റും അതുപോലെ തന്നെ വെള്ളവും പ്രവൃത്തി ചെയ്യുന്നത് എന്ത് മൂലമാണ്? അവയുടെ ചലനം മൂലമാണ്. ഇനി നോക്കാം. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. അപ്പോൾ കാറ്റായാലും അതുപോലെ ചുഴലി നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഉരുൾപൊട്ടലായാലും മറ്റും ഒക്കെ ഉണ്ടാകുന്നത് എന്ത് മൂലമാണ്? ഗതികോർജം, അവയുടെ ഗതികോർജം മൂലമാണ്. കൈനറ്റിക് എനർജി എന്ന് പറയും. ആ ഗതികോർജം മൂലമാണ് ഈ ഒരു എന്താണ് കാറ്റുണ്ടാകുന്നതും അതുപോലെ ഉരുൾപൊട്ടുന്നതും ഒക്കെ ഗതികോർജത്തിന് ഉദാഹരണമാണ്. ഇനി ഗതികോർജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രവർത്തനം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ചരിഞ്ഞ പ്രതലത്തിലൂടെ സിലിണ്ടർ ആകൃതിയിലുള്ള ടിൻ ഒരു ചതുരക്കട്ടയിൽ വന്നിടിക്കാവുന്ന രീതിയിൽ ഉരുട്ടിവിടുക. അപ്പോൾ ഇവിടെ ഒരു ടിന്ന് തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ഇവിടെ ഒരു ചരിഞ്ഞ പ്രതലം തന്നിട്ടുണ്ട്. ആ ചരിഞ്ഞ പ്രതലത്തിൽ സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു ടിന്നാണ്. ആ ടിന്നെ ഇങ്ങനെ ഉരുട്ടി എവിടേക്ക് വരുന്നു? ഒരു ചതുരക്കട്ടയിലോട്ട് വന്നിടിക്കാവുന്ന തരത്തിൽ ഉരുട്ടിവിടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ടിന്ന് നമ്മൾ പറഞ്ഞു ഒരു ചതുരക്കട്ടയിൽ വന്നിടിക്കാവുന്ന രീതിയിൽ നമ്മൾ ഉരുട്ടിവിടുക. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ചെരിഞ്ഞ പ്രതലത്തിലൂടെ സിലിണ്ടർ ആകൃതിയിലുള്ള ടിന്ന് എന്ത് ചെയ്യണം? ഒരു ചതുരക്കട്ടയിൽ വന്നിടിക്കാവുന്ന രീതിയിൽ ഉരുട്ടിവിട്ടാൽ അങ്ങനെ ഉരുട്ടിവിടുക. എന്നിട്ട് നമ്മൾ നിരീക്ഷിക്കുക. അപ്പോൾ ചതുരക്കട്ട സഞ്ചരിച്ച ദൂരം നിരീക്ഷിക്കുക. അപ്പോൾ ചതുരക്കട്ട എന്താണ്? കുറച്ച് ദൂരം വരെ സഞ്ചരിക്കത്തുള്ളൂ. എന്നാൽ ഇതേ ടിന്നിൽ മണ്ണ് നിറച്ച ശേഷം ചതുരക്കട്ടയെ ആദ്യ സ്ഥാനത്ത് തന്നെ വെച്ചുകൊണ്ട് പ്രവർത്തനം ആവർത്തിക്കുക. അപ്പോൾ നമ്മൾ ടിന്നിൽ മണ്ണ് നിറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി ആ പരീക്ഷണം ഒന്ന് ആവർത്തിച്ച് കഴിഞ്ഞാൽ ചതുരക്കട്ട കൂടുതൽ ദൂരം നീങ്ങിപ്പോകുമോ? കാരണം എന്തായിരിക്കും? അപ്പോൾ ചതുരക്കട്ട നമ്മൾ ആ ഒരു ടിന്നിൽ മണ്ണ് നിറച്ചിട്ടിട്ടാണെങ്കിൽ ചതുരക്കട്ട എന്ത് ചെയ്യും? കുറച്ചുകൂടി ദൂരം പോകത്തില്ലേ? കാരണം എന്താണ്? ഇവിടെ ടിന്നിൻ്റെ മാസ് കൂടിയത് കൊണ്ടാണ് ചതുരക്കട്ട കൂടുതൽ ദൂരം പോയത്. അപ്പോൾ അതിന് കാരണം എന്താണ്? ടിന്നിന് മാസ് കൂടിയിട്ട് കുറേ മണ്ണ് നമ്മൾ നിറച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ വെയിറ്റ് കൂടി, മാസ് കൂടി. അപ്പോൾ എന്ത് ചെയ്യും? ടിന്നിൻ്റെ മാസ് കൂടിയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ചതുരക്കട്ട കൂടുതൽ ദൂരം പോയത്. മാസ് കൂടുമ്പോൾ ഗതികോർജം കൂടുന്നുവെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാസ് കൂടുമ്പോൾ അവിടെ എന്ത് കൂടും? ഗതികോർജം കൂടും. മാസ് കൂടുമ്പോൾ എന്ത് കൂടും? ഗതികോർജം കൂടുന്നു. ടിന്നിൻ്റെ പ്രവേഗം വർദ്ധിപ്പിച്ച് പരീക്ഷണം ആവർത്തിച്ച് നോക്കാം. അപ്പം മണ്ണ് നിറച്ച ഇതേ ടിന്ന് കൂടുതൽ ഉയരത്തിൽ നിന്ന് ഉരുട്ടിവിട്ട് പരീക്ഷണം ആവർത്തിക്കുക. ചരിവ് തലത്തിൻ്റെ ഉയരം വർദ്ധിപ്പിച്ച് എന്ത് നിരീക്ഷിക്കാൻ കഴിയും? ഇവിടെയും എന്താണ്? പ്രവേഗം കൂടിയത് കൊണ്ടാണ് ചതുരക്കട്ട കൂടുതൽ ദൂരത്തേക്ക് നീങ്ങിയത്. അപ്പം വീണ്ടും അതിൻ്റെ മാസ് കൂടുന്നു, അതിന് പ്രവേഗം കൂടുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? കുറേ കൂടി ദൂരത്തേക്ക് പോകും. ഗതികോർജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഗതികോർജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളിൽ ഒന്നാമത്തത് വസ്തുവിൻ്റെ മാസാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ രണ്ടാമത്തത് എന്താണ്? പ്രവേഗവും എന്തിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്? നമ്മുടെ ഈ ഒരു ഗതികോർജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് വസ്തുവിൻ്റെ മാസ് അതുപോലെ പ്രവേഗം. അപ്പോൾ ഗതികോർജം കണക്കാക്കാനാകുമോ? അപ്പോൾ ഗതികോർജം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. പ്രവൃത്തി എന്ന് പറയുന്നത് W=F=s ആണ് പ്രവൃത്തി എന്ന് പറയുന്നത്. എന്നാൽ ന്യൂട്ടൻ്റെ 2ാം ചലന നിയമം അനുസരിച്ച് F=ma ആയതിനാൽ ഇപ്പോൾ 2ാം ചലന നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ന്യൂട്ടൻ്റെ 2ാം ചലന നിയമത്തിൽ പറയുന്നത്? F=ma എന്നാണ് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? W ഈസ് ഈക്വൽ ടു എഫ് എസ് ഈസ് ഈക്വൽ ടു എം എ ഇൻറ്റു എസ് എന്നാണ്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടോ, W ഈസ് ഈക്വൽ ടു എഫ് എസ് ഈസ് ഈക്വൽ ടു എം എ ഇൻറ്റു എസ്. അതാണ് രണ്ടാം ചലന നിയമം അനുസരിച്ച് എഫ് ഈസ് ഈക്വൽ ടു എം എ ആയാൽ പ്രവൃത്തി നമുക്കിങ്ങനെ എഴുതാൻ സാധിക്കും. ഇനി ചലന സമവാക്യം അനുസരിച്ച് എങ്ങനെയാണ്? v2 സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. അപ്പോൾ ചലന സമവാക്യം അനുസരിച്ച് എങ്ങനെയാണ്? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ആണ്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നാണ് പറയുന്നത്. ഇവിടെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് യു ആണ്. യു ആണ് ആദ്യ പ്രവേഗം. യു എന്ന് പറയുന്നത് എന്താണ്? 0. അതുപോലെ വി സ്ക്വയർ എന്ന് പറയുന്നത് 2as. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. അപ്പോൾ as എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്കതിനെ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ W ഈസ് ഈക്വൽ ടു MAS മാസ് ഈസ് ഈക്വൽ ടു MV സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു ഹാഫ് MV സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ചലന സമവാക്യം അനുസരിച്ച് നമുക്ക് പ്രവൃത്തിയിലെ രണ്ടാം ചലന നിയമം അനുസരിച്ച് നമുക്ക് കിട്ടുന്നത്. ഇനി M എന്നത് kg യൂണിറ്റിലുള്ള മാസും V എന്നത് മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റിലുള്ള പ്രവേഗവും ആണെങ്കിൽ ഈ കെ സൂചിപ്പിക്കുന്നത് ജൂൾ യൂണിറ്റിലുള്ള ഗതികോർജമാണ്. അപ്പോൾ ഗതികോർജം എന്ന് പറയുന്നത് ഏതാണ്? M എന്നത് kg യൂണിറ്റിലുള്ള മാസ്, V എന്നത് മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റിലുള്ള പ്രവേഗം ആണെങ്കിൽ ഈ കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ജൂൾ യൂണിറ്റിലുള്ള ഗതികോർജമാണ്. ജൂൾ യൂണിറ്റിലുള്ള ഗതികോർജമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ്? ഇവിടെ യാന്ത്രികോർജത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സ്ഥിതികോർജം വരും, ഗതികോർജം വരും. ഇനി ഗതികോർജം എന്ന് പറയുന്നത് ഹാഫ് MV സ്ക്വയർ. ഗതികോർജത്തിന് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഹാഫ് MV സ്ക്വയർ ആണ്. സ്ഥാനം മൂലമുള്ള ഗതികോർജം എന്ന് പറയുന്നത് എന്താണ്? mgh ആണ് സ്ഥാനം മൂലമുള്ള ഗതികോർജം. കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജം. അപ്പോൾ നമ്മൾ സ്ഥിതികോർജത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം അഥവാ mgh-ഉം കോൺഫിഗറേഷൻ മൂലമുള്ള എന്താണ്? സ്ഥിതികോർജവും. ഇനി ഇവിടെ നമ്മൾ ഗതികോർജത്തെക്കുറിച്ച് പറഞ്ഞു, ഹാഫ്. അപ്പോൾ ഈ യാന്ത്രികോർജത്തെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. അതിലൊന്നാമത്തേത് സ്ഥിതികോർജം, മറ്റേതേതാണ്? ഗതികോർജം. അപ്പോൾ സ്ഥിതികോർജത്തെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിച്ചു. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജവും കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജവും. ഇനി നമ്മൾ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mgh ആണ്. ഇനി ഇവിടെ ഗതികോർജം എന്ന് പറയുന്നത് ഹാഫ് MV സ്ക്വയറും ആണ്. വസ്തുക്കളുടെ ഗതികോർജവുമായി ബന്ധപ്പെട്ട പട്ടിക 6.4 പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വസ്തുവിൻ്റെ മാസ് കിലോഗ്രാമിൽ തന്നിട്ടുണ്ട്, വസ്തുവിൻ്റെ പ്രവേഗം മീറ്റർ പെർ സെക്കൻഡിൽ തന്നിട്ടുണ്ട്, ഗതികോർജത്തിൻ്റെ അളവ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. K ഈസ് ഈക്വൽ ടു ഹാഫ് MV സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നോക്കാം. ഇപ്പോൾ ഇവിടെ വസ്തുവിൻ്റെ മാസ് kgയിൽ തന്നിട്ടുണ്ട്, വസ്തുവിൻ്റെ പ്രവേഗം നമുക്ക് തന്നിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡാണ്. ഗതികോർജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് K ഈസ് ഈക്വൽ ടു ഹാഫ് MV സ്ക്വയർ ജൂളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൽ ആദ്യത്തെ ഒരെണ്ണം തന്നിട്ടുണ്ട്. വസ്തുവിൻ്റെ മാസ് 10 കിലോഗ്രാം ആണ്, വസ്തുവിൻ്റെ പ്രവേഗം 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എങ്കിൽ ഗതികോർജത്തിൻ്റെ അളവ് ഇവിടെ തന്നിട്ടുണ്ട് 20 എന്ന് നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തേത് വസ്തുവിൻ്റെ മാസ് എത്രയാണ്? മാസ് എന്ന് പറയുന്നത് 5 V അതായത് പ്രവേഗം എന്ന് പറയുന്നത് 2. അങ്ങനെയെങ്കിൽ ഗതികോർജത്തിൻ്റെ അളവ് കാണാനായിട്ട് നമുക്ക് ആ ഒരു ഇക്വേഷൻ എഴുതണം. K ഈസ് ഈക്വൽ ടു ഹാഫ് MV സ്ക്വയർ. അപ്പം നമുക്ക് എന്തെന്ന് കിട്ടും? ഹാഫ്. അപ്പം നമുക്കിവിടെ ഇങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു
2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ എത്രയാണ്? 1/2 ഇൻറ്റു 5 ഇൻറ്റു 1/2 ഇൻറ്റു 2. അതായത് നമുക്ക് എത്രയെന്ന് കിട്ടും? ഇവിടെ ഇത് രണ്ടും വെട്ടിപ്പോയി. അപ്പം നമുക്കിവിടെ 10 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 10 ജൂളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 10 ജൂൾ എന്ന് കിട്ടി. അടുത്തത് മാസ് എത്രയാണ്? 10 വസ്തുവിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് 4. അങ്ങനെയെങ്കിൽ നമുക്ക് ഗതികോർജത്തിൻ്റെ അളവ് കാണാൻ ആ ഒരു ഇക്വേഷൻ എഴുതുക. EK = 1/2 mv² ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/2 ഇൻറ്റു 10 ഇൻറ്റു 4 ഇൻറ്റു 4, അതാണ് 4ൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ 4 ഇൻറ്റു 4 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെ വരും? ഇവിടെ നമുക്ക് 1/2 ഇൻറ്റു 10 ഇൻറ്റു 2 ഇൻറ്റു 4 = എത്രയെന്ന് നമുക്ക് കിട്ടും? ഇവിടെ നമുക്ക് 80 ജൂൾ എന്ന് ആൻസർ കിട്ടും. 80 ജൂൾ. അടുത്ത മൂന്നാമത്തത് മാസ് എന്ന് പറയുന്നത് ഇവിടെ 10 ആണ് കേട്ടോ. മാസ് എന്ന് പറയുന്നത് 10. ഇവിടുത്തെ ബി എന്ന് പറയുന്നത് 1 ആണ്. പ്രവേഗം എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് 1/2 ഇൻറ്റു 10 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് നമുക്ക് കിട്ടും. അപ്പം നമുക്കിവിടെ 2 5 ഇങ്ങനെ കിട്ടും. ഇനി നമുക്കതിനെ 5 ഇൻറ്റു 1 എത്രയെന്ന് കിട്ടും? 5 ജൂൾ എന്ന് നമുക്ക് 5 ജൂൾ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്കിനി ഓരോ കോളവും നമുക്ക് ഓരോന്നും പറഞ്ഞ ഓരോ കോളത്തിൻ്റെയും ആൻസർ എത്രയാണ്? ആദ്യത്തെ കോളത്തിൽ 20 ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 10 ജൂളാണ്. മൂന്നാമത് കിട്ടിയത് എത്രയാണ്? 80 ജൂളാണ്. നാലാമത്തെ കോളത്തിൽ എത്രയാണ്? 5 ജൂളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി പട്ടിക 6.4 അടിസ്ഥാനപ്പെടുത്തി താഴെ കൊടുത്ത സന്ദർഭങ്ങളിൽ ഗതികോർജത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മാസ് 2 മടങ്ങായി വർദ്ധിക്കുമ്പോൾ, മാസ് 2 മടങ്ങായിട്ട് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഗതികോർജം 2 ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാസ് 2 മടങ്ങായിട്ട് വർദ്ധിക്കുമ്പോൾ ഗതികോർജത്തിൽ വരുന്ന മാറ്റം എന്താണ്? ഗതികോർജം 2 ഇരട്ടിയാവും. 2 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. ഇനി പ്രവേഗം 3 മടങ്ങായി വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രവേഗം 3 മടങ്ങ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പ്രവേഗം 1 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? 3 ആകുന്നു. 3 ആണെങ്കിൽ അവിടെ എന്താകുന്നു? 9 മടങ്ങ് ആകും. 9 മടങ്ങ് ആകും. ഇനി പ്രവേഗം പകുതിയാകുമ്പോൾ, പ്രവേഗം പകുതി അതായത് 1/2 ആണെങ്കിൽ 1/2ൻ്റെ സ്ക്വയറാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് നമ്മൾ പറയുന്നത്? അവിടെ 1/4 എന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ 10 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ നേർദിശയിൽ സഞ്ചരിക്കുന്നു. മോട്ടോർ സൈക്കിളിനും യാത്രക്കാരനും കൂടിയുള്ള മാസ് 300 കിലോഗ്രാം ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോട്ടോർ സൈക്കിളിൻ്റെയും യാത്രക്കാരൻ്റെയും കൂടിയുള്ള ഗതികോർജം എത്രയായിരിക്കും? അപ്പോൾ മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ 10 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ നേർദിശയിൽ സഞ്ചരിക്കുന്നു. മോട്ടോർ സൈക്കിളിനും യാത്രക്കാരനും കൂടിയുള്ള മാസ് 300 കിലോഗ്രാം ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോട്ടോർ സൈക്കിളിൻ്റെയും യാത്രക്കാരൻ്റെയും കൂടിയുള്ള ഗതികോർജം എത്രയാണെന്നാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 300 kg ആണ്. 300 kg ആണ് മാസ്. ഇനി ഇവിടുത്തെ എത്രയാണ് പ്രവേഗം? വേഗം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? വി എന്ന് പറയുന്നത് 10 മീറ്റർ/സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 1/2
mv² ആണ് ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ എഴുതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ½ × 300 × 10 × 10. അപ്പോൾ എത്രയാ? നമുക്കിത് രണ്ടും കൂടി വെട്ടിക്കൂടെയോ? അപ്പോൾ ഇവിടെ 5 എന്ന് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 300 × 5 × 10. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? സോറി, 15000 ജൂൾ എന്നിവിടെ നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? വേഗം 2 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ ഗതികോർജ്ജം എത്രയായിരിക്കും? വേഗം നമ്മൾ എന്ത് ചെയ്യുന്നു? 2 മടങ്ങാണ് ഇവിടെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് 10 എന്നുള്ളത് വേഗത എത്ര കൊടുക്കാം? നമുക്ക് 20 ആവൂലേ? 20 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താവും? mv², ½ mv² എന്ന് വരുമ്പോൾ നമുക്ക് ½ × 300 × 20 × 20 എന്ന് നമുക്ക് കിട്ടൂലേ? അപ്പോൾ നമ്മൾ അത് വെട്ടി ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും ആൻസർ? 60000 ജൂൾ എന്ന് കിട്ടും. അതായത് 4 മടങ്ങ് വർദ്ധിക്കും. വേഗത എത്ര മടങ്ങ് വർദ്ധിക്കും? 4 മടങ്ങ് വർദ്ധിക്കും. അങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഒരു അത്ലറ്റ് 6 കിലോഗ്രാം മാസുള്ള ഷോട്ട് 12 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ എറിയുന്നു. ഈ അവസരത്തിൽ ഷോട്ടിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? അപ്പം എന്താ പറഞ്ഞത്? 6 കിലോഗ്രാം മാസ്. ഇവിടുത്തെ മാസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 6 കിലോഗ്രാം ആണ് മാസ്. എം എന്ന് പറയുന്നത് m=6. ഇനി പ്രവേഗം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 12 മീറ്റർ/സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗതികോർജ്ജത്തിന് നമ്മുടെ ½ mv² ആണ് നമ്മുടെ എന്ത്? mv². അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഇത്? ½ × 6 അല്ലേ ഇവിടുത്തെ മാസ്? 6 × 12 × 12. അപ്പം നമുക്ക് എത്ര ഇവിടെ കിട്ടും? 6. അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും ആൻസർ? സോറി, 3. അപ്പോൾ ഇവിടെ നമുക്ക് 3 × 12 × 12 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്ര ആൻസർ? 432 ജൂളാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ് അടുത്ത പാർട്ട് 3 ആയിട്ടായിരിക്കും ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.